നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെയുള്ള വാർത്ത നാളെ വിധിക്കും ശിക്ഷ എന്ന തലക്കെട്ടോടുള്ള വാർത്തയാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ, ഒന്ന് ഷാരൂൺ വധക്കേസ്, മറ്റൊന്ന് ആർജിക്കർ കേസ് എന്ന രണ്ട് കേസുകളുടെ വിധി നാളെ വരും എന്നുള്ള വാർത്തയാണ് മാതൃഭൂമി ആദ്യ പേജിൽ ഏറ്റവും മുകളിൽ തലക്കെട്ടിന് താഴെയാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, ഷാരൂൺ വധക്കേസിൽ അവസാനവട്ട വാദപ്രതിവാദങ്ങളിൽ ചൂടുപിടിച്ച കോടതി മുറിയിൽ ബിരുദ സർട്ടിഫിക്കറ്റുമായി എത്തി ശിക്ഷയിളവ് തേടി ഗ്രീഷ്മ. 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും MA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ തനിക്ക് തുടർന്ന് പഠിക്കണമെന്നും ഗ്രീഷ്മ ജഡ്ജിയോട് നേരിട്ട് അഭ്യർത്ഥിച്ചു. ശിക്ഷയിളവ് വേണം എന്ന് ഗ്രീഷ്മ, പൈശാചിക സ്വഭാവമെന്ന് പ്രോസിക്യൂഷൻ. ആർജിക്കർ കേസിൽ പ്രതി കുറ്റക്കാരൻ തന്നെയെന്ന് കോടതി, ഞാൻ നിരപരാധി പ്രതി സഞ്ജയ് റോയ്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന കോടതി. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അനിർബാൻ ദാസ് ശനിയാഴ്ചയാണ് വിധി പറഞ്ഞത്. പോലീസിനെ സഹായിക്കുന്ന സിവിക് വോളണ്ടിയർ ആയിരുന്നു സഞ്ജയ് റോയ്. രണ്ടുപേരുടെയും ചിത്രം അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മദ്യ കമ്പനിക്ക് സർക്കാരിൻ്റെ വെള്ളമുറപ്പ് എന്നുള്ള തലക്കെട്ടോടുകൂടിയ ഒരു വാർത്തയുണ്ട്. ജനകീയ സമരത്തെ തുടർന്ന് കോള കമ്പനി പൂട്ടിയ പാലക്കാട് ജില്ലയിൽ പുതുതായി അനുമതി നൽകിയ മദ്യ കമ്പനിക്ക് സർക്കാർ തന്നെ വെള്ളവും നൽകും. കമ്പനിക്ക് ആവശ്യമായ മുഴുവൻ ജലവും നൽകാമെന്ന് ജല അതോറിറ്റി സമ്മതിച്ചിട്ടുണ്ടെന്ന് പദ്ധതിക്കുള്ള ശുപാർശയിൽ എക്സൈസ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. മലമ്പുഴയുടെ ശേഷി 226 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ്. പാലക്കാട് നഗരത്തിന് കുടിവെള്ളത്തിന് പ്രതിദിനം വേണ്ടത് 400 ദശലക്ഷം ലിറ്റർ. കമ്പനിക്ക് വേണ്ടി വരിക പ്രതിദിനം 10 ലക്ഷം ലിറ്റർ. അനുമതി ചട്ടപ്രകാരമാണെന്ന് MP രാജേഷ് എക്സൈസ് മന്ത്രി പറയുന്നു. പിന്നിൽ അഴിമതി എന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവും പറയുന്നു. മറ്റു പ്രധാനപ്പെട്ട വാർത്ത, ചോര ചീന്താത്ത നല്ല നാളേക്കായി എന്ന തലക്കെട്ടോടുകൂടി 15 മാസത്തെ രക്തച്ചൊരിച്ചിലും അശാന്തിക്കും താത്കാലിക ആശ്വാസമായി ഗാസയിൽ ഞായറാഴ്ച 42 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകും എന്നുള്ള വാർത്ത, അതിനോടൊപ്പം ചിത്രവും നൽകുന്നു. അതിന് താഴെയായി സെയ്ഫിന് നേരെ ആക്രമണം, ഒരാൾ പിടിയിൽ. സെയ്ഫ് അലി ഖാൻ എന്ന ബോളിവുഡ് താരത്തിന് നേരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ശനിയാഴ്ച ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാളെ പോലീസ് പിടികൂടി. ആകാശ് കനോജിയെയാണ് RPFന്റെ പിടിയിലായത്. മുംബൈ പോലീസ് അയച്ച ഫോട്ടോയുമായി സാമ്യമുള്ളതിനെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഈ വാർത്തയുടെ വലതുഭാഗത്തായി സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം ജനമനമറിയാൻ പോലീസ്. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് മാതൃഭൂമി ആദ്യ പേജിൽ. സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള ജനാഭിപ്രായം അറിയാൻ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉപയോഗിച്ച് സർവേ നടത്തുന്നു. 10 ചോദ്യങ്ങളുമായാണ് പോലീസ് ജനങ്ങളെ സമീപിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞ് അതിലുള്ള പരിഹാരം തേടണമെന്ന നിർദ്ദേശമുണ്ട്. എല്ലാ ജില്ലകളിലും രഹസ്യാന്വേഷണ വിഭാഗം ജനങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങി. പ്രധാന ചോദ്യങ്ങൾ: പ്രദേശത്ത് അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയം, ക്ഷേമ പെൻഷനുകൾ ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുന്നുണ്ടോ, സർക്കാരിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ, സർക്കാരിൻ്റെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്തുന്ന വിഷയങ്ങൾ, സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, നാട്ടിലെ റോഡുകളുടെ അവസ്ഥ എന്താണ്, പ്രകൃതിക്ഷോഭം, വന്യജീവി ആക്രമണം തുടങ്ങിയ പ്രശ്നങ്ങൾ എന്നടക്കമുള്ള വിഷയങ്ങളാണ് ചോദ്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. നിർത്തിയാലും കുതിക്കും വികാസ് എന്ന തലക്കെട്ടോടുകൂടി വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയിൽ ISRO നിർണായക പരീക്ഷണം വിജയകരമായി നടത്തി. നിക്ഷേപണ വാഹനങ്ങളിലെ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പുനരാരംഭിക്കാനുള്ള കഴിവ് വിജയകരമായി പരീക്ഷിച്ചു. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് ബ്രൂവറി അനുമതിക്ക് ടെൻഡർ വിളിക്കേണ്ടതില്ലെന്ന് മന്ത്രി, പിന്നിൽ വൻ അഴിമതി എന്ന് ചെന്നിത്തല. ഇത്ര കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ്. ഒയാസിസ് അഥവാ മരുപ്പച്ച മുന്നിൽ കാണുകയായിരുന്നു. ജില്ലയിലെ ജലക്ഷാമം തീരും കേട്ടോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി കേരള കൗമുദിലേക്ക് വരുമ്പോൾ, പശ്ചിമേഷ്യയിൽ സമാധാനം, ഗാസയിൽ ഇന്നു മുതൽ വെടിനിർത്തൽ എന്ന തലക്കെട്ടോടുകൂടി ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകുന്നു കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ. സത്യപ്രതിജ്ഞ നാളെ, വീണ്ടും ട്രംപ് ദിനങ്ങൾ. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സത്യപ്രതിജ്ഞ നാളെയാണ് എന്നുള്ള വാർത്ത അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടുകൂടി വലതുഭാഗത്ത് നൽകുന്നുണ്ട്. ആർജിക്കർ ഷാരൂൺ കൊലപാതകം, 2 കൊടും ക്രൂരതയ്ക്ക് ശിക്ഷാവിധി നാളെ എന്ന തലക്കെട്ടോടുകൂടി രണ്ടിൻ്റെയും വാർത്ത ഒരുമിച്ച് നൽകുന്നു. മണ്ണാർക്കാട് മുത്തശ്ശിയെ കൊന്ന ചെറുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം എന്നുള്ള വാർത്തയ്ക്ക് അതിനകത്ത് തന്നെ ഇടം നൽകിയിട്ടുണ്ട്. ഗ്രീഷ്മയെ കാത്തിരിക്കുന്നത് എന്ന തലക്കെട്ടോടുകൂടി ഗ്രീഷ്മയുടെ വിധിയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഗ്രീഷ്മയുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വാർത്തയിൽ ഇടം നൽകിയിട്ടുള്ളത്. വനിതാ ഡോക്ടറെ പിച്ചി ചീന്തിയ നരാധമൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് പ്രതി സഞ്ജയ് റോയിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴുള്ള ചിത്രം കൂടി വെച്ചുകൊണ്ട് ആ വാർത്ത നൽകിയിട്ടുള്ളത്. CPM പ്രായപരിധിയിൽ മാറ്റമില്ല എന്ന തലക്കെട്ടോടു കൂടിയുള്ള വാർത്ത.
അതായത് നേതാക്കൾക്ക് 75 വയസ്സ് പ്രായപരിധി തുടരണമെന്ന് നിർദ്ദേശിച്ചതിന് അനുകൂലമായ കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ച. 24-ാം പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം അന്തിമമാക്കുവാനുള്ള ചർച്ചകളാണ് ഇന്നലെ നടന്നത്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ കോൺഗ്രസിൽ നടക്കുന്നത് മേൽക്കൈ നേടാനുള്ള പോരാട്ടം. MP രാജേഷ് ആരാദ്യം മേൽക്കൈ വയ്ക്കും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ഓ സഞ്ജു എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു പ്രത്യേക സ്റ്റോറിയാണ് ഇന്ന് മലയാള മനോരമയിൽ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. അതായത് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഇല്ല, ടീമിലേക്കുള്ള വഴിയടച്ചത് KSAയുമായുള്ള ഭിന്നത. അതായത് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിലും T20യിലുമായി ഇന്ത്യക്ക് ഏറ്റവും ഒടുവിൽ സെഞ്ചുറി നേടിയ താരമായിട്ടും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ സഞ്ജു സാംസൺ പുറത്ത്. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ ഋഷഭ് പന്തിനെയും KL രാഹുലിനെയും ടീമിൽ ഉൾപ്പെടുത്തിയ സെലക്ടർമാർ മികച്ച ഫോമിൽ കളിക്കുന്ന സഞ്ജുവിനെ തഴഞ്ഞതോടെ ടീം തിരഞ്ഞെടുപ്പിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം നിറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരെ 22-ന് ആരംഭിക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജു നേരത്തെ ഇടം നേടിയിരുന്നു. സഞ്ജു ഇന്ത്യൻ ടീമിൽ ഇടം നേടുമെന്നായിരുന്നു പ്രതീക്ഷ. വിജയ് ഹസാരെ ചാമ്പ്യൻഷിപ്പിൽ കളിക്കാത്തതിന് സഞ്ജുവിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായെന്നും സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിന് മുൻപ് BCCI-CAO ചോദിച്ചിരുന്നു, ഇല്ലെന്ന് അറിയിക്കുകയും ചെയ്തു എന്നടക്കമാണ് JS ജോർജ് KCA പ്രസിഡന്റ് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളൊപ്പം ശശി തരൂർ MP പറയുന്നു. KCA ഭാരവാഹികളുടെ ഈഗോ സഞ്ജു സാംസന്റെ കരിയർ തകർക്കുകയാണ്. സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ അവർക്ക് വിഷമമില്ല. സഞ്ജുവിനെ കേരള ടീമിൽ ഉൾപ്പെടുത്താത്തതിലുള്ള വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ സാധ്യത കൂടിയാണ് KCA തകർത്തത് എന്നുള്ളതാണ് MP അതിൽ പറയുന്നത്. ആർജിക്കർ കേസ് പ്രതി കുറ്റക്കാരൻ എന്ന തലക്കെട്ടോടുകൂടി ആർജിക്കർ കേസിൻ്റെ വാർത്ത പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട് മലയാള മനോരമ. അതിൻ്റെ ഇടതുഭാഗത്തായി MLA ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ. അതിന് താഴെയായി വെടിനിർത്തൽ ഇന്ന് രാവിലെ മുതൽ ഗാസയിൽ ഇനി സമാധാനം എന്ന തലക്കെട്ടോടുകൂടി ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച വാർത്ത ഇടതുഭാഗത്തായി നൽകുന്നു. അതിന് തൊട്ട് വലതുഭാഗത്തായി ഷാരോൺ വധം വിധി നാളെ എന്ന തലക്കെട്ടോടുകൂടി ഷാരോൺ വധക്കേസിലെ വിധി നാളെ എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഉൾപേജിൽ കൂടുതൽ വാർത്തകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിശ്വാസ വോട്ടെടുപ്പിൽ കൂറുമാറുമെന്ന സംശയം, CPM വനിതാ കൗൺസിലറെ പാർട്ടിക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത. കൂത്താട്ടുകുളത്താണ് വിഷയം. കൂറുമാറുമെന്ന സംശയത്തിൽ CPM വനിതാ കൗൺസിലർ കലാരാജുവിനെ നഗരമധ്യത്തിൽ നിന്ന് CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി. ഒരു പകൽ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കണ്ടെത്തി. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ കോൺഗ്രസ് പറഞ്ഞാൽ കടലിൽ ചാടണമെങ്കിൽ ചാടുമെന്ന് TN പ്രതാപൻ. കടലിൽ ചാടാനുള്ള വഴി മുതിർന്ന നേതാക്കൾ പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയിൽ മദ്യമൊഴുക്കാൻ മിന്നൽ വേഗം എന്ന തലക്കെട്ടോടുകൂടി മന്ത്രിസഭ അംഗീകരിച്ച വിവാദ ബ്രൂവറീസ് ഡിസ്റ്റിലറി പ്ലാന്റിന് മണിക്കൂറുകൾക്കുള്ളിൽ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. പാലക്കാട് കഞ്ചിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തനം തുടങ്ങാൻ പ്രാരംഭ അനുമതി നൽകിയ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് 330 ദിവസവും പ്രവർത്തിപ്പിക്കുവാൻ കഴിയും വിധത്തിലുള്ള പ്രാരംഭ അനുമതി നൽകി. നികുതി എക്സൈസ് വകുപ്പുകളാണ് ഉത്തരവിറക്കിയത്. മന്ത്രിസഭ അംഗീകരിച്ച ബ്രൂവറി ഡിസ്റ്റിലറി പ്ലാന്റിന് അനുമതി നൽകി ഉത്തരവ് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ടുകൂടിയാനുണ്ട്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകം പ്രതി കുറ്റക്കാരൻ ശിക്ഷ നാളെ എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയ്ക്ക് പ്രാധാന്യം വേറെ നൽകുന്നു ദീപിക ആദ്യ പേജിൽ തന്നെ. അർത്തുങ്കൽ ബെസിലിക്കയിൽ വിശുദ്ധ സെബാസ്ത്യോനോസിൻ്റെ തിരുസ്വരൂപം പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിച്ചപ്പോഴുള്ള ചിത്രം നൽകുന്നു. ഉൾപേജിൽ പ്രധാന വാർത്തകളുണ്ട്. ദീപികയ്ക്ക് ബിഗ് സല്യൂട്ട് ഗവർണർ ആനന്ദ് ബോസ്. അതായത് ദീപികയുടെ 138ാമത് വാർഷികാഘോഷം ബംഗളൂരുവിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്യുന്നു. ബംഗളൂരു ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വത്തിക്കാൻ സ്ഥാപനത്തിൽ ആർച്ച് ബിഷപ്പ് ലെയോപോൾഡോ ജിറേലി, രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടനാട് എന്നിവർ സമീപത്ത് നിൽക്കുന്ന ചിത്രമാനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ ഇന്നു മുതൽ എന്നുള്ള തലക്കെട്ടോടുകൂടി ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടവർക്ക് പ്രാധാന്യം ഏറെ നൽകുന്നുണ്ട്. ആദ്യ പേജിൽ രാഹുൽ ഈശ്വറിനെതിരായ ഹണി റോസിന്റെ പരാതി കോടതി വഴി നൽകണമെന്ന് പോലീസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി കോടതി വഴി പരാതി നൽകണമെന്ന് കൊച്ചി സിറ്റി പോലീസ്. നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. പാറശാല ഷാരോൺ കൊലക്കേസ് ശിക്ഷാവിധി നാളെ എന്ന തലക്കെട്ടോടുകൂടി ഷാരോണിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് താഴെ പ്രാധാന്യം ഏറെ നൽകുന്നുണ്ട് ദീപിക. മാധ്യമത്തിലേക്ക് വരുമ്പോൾ കണ്ണീരൊടുങ്ങട്ടെ എന്ന തലക്കെട്ടോടുകൂടി ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകുന്നുണ്ട് മാധ്യമം. കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാസ വെടിനിർത്തൽ കരാർ ഇന്നു രാവിലെ മുതൽ പ്രാബല്യത്തിൽ. ബന്ദിമോചനത്തിനും തുടക്കം. ഇന്നു മുതൽ വനിതാ ബന്ദികളെയും 95 ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. 470 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവർ 46,899.
പരിക്കേറ്റവർ 1.10 ലക്ഷം പേർ. തെക്കൻ ഗസ ഖാൻ യൂസിസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതാപിതാക്കളുടെയും 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾക്ക് സമീപം വിതുമ്പുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രം അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. കഞ്ചിക്കോട് ബ്രൂവറി അതിവേഗം ഉത്തരവ് എന്ന തലക്കെട്ടോടുകൂടി ബ്രൂവറിക്ക് ഉത്തരവ് നൽകിയ വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് പ്രാധാന്യം നൽകുന്നു മാധ്യമം. അതിന് തൊട്ടുതാഴെയായി കൂത്താട്ടുകുളം നഗരസഭ അവിശ്വാസം പാർട്ടി കൗൺസിലറെ CPM തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്തയ്ക്ക് ചിത്രത്തോടുകൂടി പ്രാധാന്യം നൽകുന്നു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൗൺസിലറെ കലാരാജുവിനെ ഏരിയ സെക്രട്ടറി PB രതീഷ് പുറത്തേക്ക് കൊണ്ടുവരുന്ന ചിത്രം ഒപ്പമുണ്ട്. മയക്കുമരുന്നിന് അടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു എന്ന വാർത്തയ്ക്ക് വലതുഭാഗത്ത് പ്രാധാന്യമേറെ നൽകുന്നു. പുതുവാടിയിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊന്നു. അടിവാരം 30 ഏക്കർ കായിക്കൽ സുബൈദയാണ് ഏകമകൻ ആഷിഖ് വെട്ടിക്കൊന്നത്. സുബൈദയുടെ സഹോദരൻ സക്കീനയുടെ കട്ടിപ്പാറ വേനക്കാവലുള്ള വീട്ടിൽ വെച്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. തലയിലെ ട്യൂമറിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സുബൈദ. കഴിഞ്ഞ ദിവസം ഉമ്മയെ കാണാനെത്തിയ മകൻ വീട്ടിലാരും ഇല്ലാതിരുന്ന സമയത്ത് കഴുത്തിന് വെട്ടുകയായിരുന്നു. വീട്ടിൽ നിന്ന് നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് കൊലപാതക വിവരം പോലീസിൽ അറിയിച്ചത്. ഷാരോൺ വധം ശിക്ഷാവിധി നാളെ, വധശിക്ഷയ്ക്ക് വാദം എന്നുള്ള വാർത്തയ്ക്ക് താഴെ ചെറുപ്രാധാന്യമാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. RG കർ ബലാത്സംഗം കൊല പ്രതി കുറ്റക്കാരൻ വിധി നാളെ എന്ന വാർത്തയും ഇടതുഭാഗത്ത് പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. നിർമ്മിത ബുധൻ എന്ന കാർട്ടൂൺ പരമ്പരയിൽ FBയിൽ വിപ്ലവഗാനം പങ്കുവച്ചു. വാഴ്ത്തുപാട്ടിൽ പ്രതികരിക്കാനില്ല P ജയരാജൻ. അസൂയയ്ക്ക് ക്യാപ്സൂൾ ഇല്ലട്ടോ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഗസയിൽ മലക്കം പറഞ്ഞ് നെതന്യാഹു സമാധാനം അനിശ്ചിതത്വത്തിൽ എന്നുള്ള തലക്കെട്ടോടുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകുന്നത്. കൊൽക്കത്ത ബലാത്സംഗ കൊല പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരൻ ശിക്ഷ നാളെ എന്ന തലക്കെട്ടോടുകൂടി സഞ്ജയ് റോയ് എന്ന കൊൽക്കത്ത ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ദേശാഭിമാനി. ഇറാനിൽ 2 സുപ്രീം കോടതി ജഡ്ജിമാരെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ 2 സുപ്രീം കോടതി ജഡ്ജിമാരെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ജഡ്ജിമാരായ മുഹമ്മദ് മൊഗേസെ, അലി റാസിനി എന്നിവരെയാണ് കൊല്ലപ്പെട്ടത്. കേജ്രിവാളിന്റെ കാറിന് BJPക്കാർ കല്ലെറിഞ്ഞു എന്ന വാർത്ത ഇടതുഭാഗത്ത് ചെറുപ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. ഷാരോൺ വധം ശിക്ഷാവിധി നാളെ, വധശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ, തുടർന്ന് പഠിക്കണമെന്ന് ഗ്രീഷ്മ. ആ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദേശാഭിമാനി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത 3 ഏജന്റുമാർ അറസ്റ്റിൽ. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ റിക്രൂട്ട് ചെയ്യുന്ന സംഭവത്തിൽ 3 ഏജന്റുമാർ അറസ്റ്റിൽ. തൃശൂർ വേലൂർ പഞ്ചായത്തിലെ തയ്യൂർ പാടത്തു വീട്ടിൽ സുബി, ചാലക്കുടിയിലെ സുമേഷ് ആന്റണി, എറണാകുളത്തെ സന്ദീപ് തോമസ് എന്നിവരാണ് പിടിയിലായത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജനന നിരക്ക് 1-ൽ താഴെ കേരളത്തിന് വയസ്സാകുന്നു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. തൊഴിൽ സാധ്യത കുറഞ്ഞു, ഉപരിപഠന രംഗത്തും അപാകത, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ മടങ്ങുന്നില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണങ്ങളായി പറയുന്നത്. KG റിപ്പോർട്ട് പുറത്ത്. സാങ്കേതിക സർവകലാശാലയിൽ കോടികളുടെ അഴിമതി. PK ബിജു AKG സെന്ററിൽ പോകുന്നത് യൂണിവേഴ്സിറ്റി വാഹനത്തിൽ. സ്വകാര്യ ഏജൻസിക്ക് 7 കോടി നൽകിയത് ചട്ടവിരുദ്ധം എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പൊതുബജറ്റ് ഫെബ്രുവരി 1 തുടങ്ങുന്ന വാർത്തയ്ക്ക് വലതുഭാഗത്ത് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി. സ്വാമിത്വ 2.25 കോടി പേർക്ക് രേഖകൾ കൈമാറി. അതായത് സ്വാമിത്വ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലേക്ക് 2.25 ലക്ഷത്തിലധികം പേർക്ക് വീടുകളുടെയും വസ്തുവകളുടെയും നിയമപരമായ അവകാശ രേഖകൾ മോദി സർക്കാർ ലഭ്യമാക്കി എന്നുള്ള വാർത്തയാണ് നൽകുന്നത്. ഹിന്ദു ഏകതാ സമ്മേളനം പമ്പ മുതൽ പല്ലന വരെ ഇന്ന് 113 കടവുകളിൽ പമ്പ ആരതി. ബംഗാളിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊല പ്രതി കുറ്റക്കാരൻ ശിക്ഷാവിധി നാളെ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ജന്മഭൂമി. വിവാദങ്ങൾക്കിടയിൽ ഉത്തരവിറക്കി സർക്കാർ. കരാറിൽ ദുരൂഹത. ഒയാസിസ് ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് എന്നുള്ള വാർത്ത അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് താഴെ പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റ് അനുമതിക്കെതിരെ വ്യാപക പ്രതിഷേധം എന്ന വാർത്ത പ്രധാന കോളത്തിൽ ആ വാർത്തയോടൊപ്പം ചേർത്ത് നൽകുന്നുണ്ട്. എന്തായാലും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും അറിയും വരെ നന്ദി, നമസ്കാരം.